Yes. Good morning. Okay, Aditya. Livnia. Alaka. Shahina. Good morning. Okay. Oksina. Pai Sai. Good morning. Gigi. Siji Jos. Sini. Fatima. Good morning. Okay. So, let us start. Let us start. Ah. Okay, Rishida. Aditya. Okay. Yes. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പുതിയ ഒരു ടെൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ പറഞ്ഞു നിർത്തിയ ടെൻസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ഒരു ടെൻസിന്റെ യൂസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സിമ്പിൾ പ്രസന്റ് ടെൻസ്. അപ്പൊ അങ്ങനെ സിമ്പിൾ പ്രസന്റ് ടെൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു സബ്ജക്റ്റ് പ്ലസ് വെർബും ആ വെർബിന്റെ പ്രസന്റ് ടെൻസും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെ സിമ്പിൾ പ്രസന്റ് എന്ന് പറയും. അതിന്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ഐ ഗോ ടു ടെമ്പിൾ. ഐ ഗോ സബ്ജക്റ്റ് ഐ ഗോ പ്രസന്റ് ടെൻസ് എന്ന് പറയും. അപ്പൊ സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസും ഇറ്റ്സ് ഓക്കെ. വീണ്ടും നമ്മൾ പറഞ്ഞു അതിന്റെ തന്നെ നെഗറ്റീവായ വാചകങ്ങളാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഒന്നില്ലെങ്കിൽ ഡു നോട്ട് വരും, ഡസ് നോട്ട് വരും. ഐദർ ഡു നോട്ട് ഓർ ഡസ് നോട്ട്. ഡു നോട്ട് വരണോ ഡസ് നോട്ട് വരണോ എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്ന സബ്ജക്റ്റിനെ ആശ്രയിച്ചിരിക്കുന്നു. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഒരാളുള്ളതെങ്കിൽ അവിടെ നമ്മൾ എന്താ ഉപയോഗിക്കുക? ഡസ് നോട്ട് എന്നാണ് ഉപയോഗിക്കുക. ഒന്നിൽ കൂടുതലാണെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഡു നോട്ട്. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അതിന്റെ കൂട്ടത്തില് നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞു. ഐ എന്ന് പറയുമ്പോൾ ഒരാളെ ഉള്ളൂ, പക്ഷെ ഐയുടെ കൂടെ എസ് ചേർക്കേണ്ടതില്ല. ഐയുടെ കൂടെയും ടു എന്ന് ചേർത്താൽ മതി എന്ന് പറയും. അതിന്റെ കൂടെ തന്നെ വരുന്ന വേറൊരു കാര്യമാണ് നിങ്ങൾ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യു എന്ന് പറയുന്ന വാക്കുകൊണ്ട് സിംഗിൾ ഒരാളെയും വിളിക്കാൻ നമുക്ക് യു എന്ന് ഒന്നിലധികം ആളുകളുണ്ടെങ്കിൽ യു എന്ന് തന്നെ പറയാം. അപ്പൊ നമുക്ക് പറയാം യു ക്യാൻ ബി യൂസ്ഡ് ആസ് ഐദർ സിംഗുലർ ഓർ പ്ലൂറൽ. പ്ലൂറൽ ആയിട്ടും സിംഗുലർ ആയിട്ടും ഉപയോഗിക്കാവുന്ന ഒരു വേർഡാണ് യു. അതുകൊണ്ട് എപ്പോഴും യു എന്നുള്ളതും പ്ലൂറൽ ആയിട്ട് കണക്കാക്കിയാൽ മതി. അതിന്റെ കൂടെയും എസ് ചേർക്കേണ്ടതില്ല. ഇത്രയും കാര്യമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. യെസ്. ഇനി നമ്മൾ നോക്കുന്നത് ഇതിന്റെ തന്നെ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പതിവായിട്ട് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. യെസ്. ഇപ്പൊ ഞങ്ങളൊരു എക്സാമ്പിൾ പറയണം. അപ്പോ നിങ്ങൾ ടി വി കാണാറുണ്ടോ? കാണാറില്ല എന്നാണെങ്കിൽ യു ഡു നോട്ട് വാച്ച് ടി വി എന്ന് പറയും. യു ഡു നോട്ട് വാച്ച് ടി വി. നിങ്ങൾ ടി വി കാണാറില്ല. നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കാറില്ല എന്നാണെങ്കിൽ യു ഡു നോട്ട് യൂസ് മൊബൈൽ ഫോൺസ്. യു ഡു നോട്ട് യൂസ് മൊബൈൽ ഫോൺസ്. ഇനി ഞാൻ ഭക്ഷണം കഴിക്കാറില്ല എന്നാണെങ്കിൽ ഐ ഡു നോട്ട് ഈറ്റ് ഫുഡ്. ഞാൻ ചായ കുടിക്കാറില്ല എന്നാണെങ്കിൽ ഐ ഡു നോട്ട് ഡ്രിങ്ക് ടീ. യെസ്. നിങ്ങൾ ചായ കുടിക്കാറില്ല എന്നാണെങ്കിൽ യു ഡു നോട്ട് ഡ്രിങ്ക് ടീ. ഇത് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇത് തന്നെ ഒരു ചോദ്യമായിട്ട് ചോദിക്കരുത്. നിങ്ങൾ ചായ കുടിക്കാറില്ല എന്നാണെങ്കിൽ യു ഡു നോട്ട് ഡ്രിങ്ക് ടീ എന്ന് പറഞ്ഞാൽ മതി. നമ്മൾ അയാളോട് ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾ ചായ കുടിക്കാറുണ്ടോ? അപ്പൊ അവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ യു ഡു നോട്ട് ഡ്രിങ്ക് ടീയിലെ ആ നോട്ട് അങ്ങോട്ട് കളയുക. കളഞ്ഞിട്ട് ആ ഡു എന്നുള്ളത് ആദ്യം പറയുക. അപ്പൊ എന്തായി? ഡു യു ഡ്രിങ്ക് ടീ? നിങ്ങൾ ചായ കുടിക്കാറുണ്ടോ? അപ്പൊ അതിന് ആ കേൾക്കുന്ന ആൾക്ക് വേണമെങ്കിൽ രണ്ട് ആൻസർ പറയാം. യെസ് ഐ ഡ്രിങ്ക് ടീ, അല്ലെങ്കിൽ നോ
I do not drink tea. Yes. അപ്പൊ നമുക്ക് ഒരാളോട് ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട്, സിമ്പിൾ പ്രസന്റ് ടെൻസിനോട് ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് ഡു ആദ്യം പറഞ്ഞതിന് ശേഷം നമുക്ക് ചോദ്യം ചോദിക്കാം. ഡു യു യൂസ് മൊബൈൽ ഫോൺ? നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാറുണ്ടോ? ഡു യു യൂസ് ലാപ്ടോപ്പ്? നിങ്ങൾ ലാപ്ടോപ്പ് ഉപയോഗിക്കാറുണ്ടോ? അങ്ങനെ ഡു യു സീ ഹിന്ദി ഫിലിം? നിങ്ങൾ ഹിന്ദി ഫിലിം കാണാറുണ്ടോ? യെസ്. അപ്പൊ ഡു എന്ന് പറയുന്ന വേർഡ് ആദ്യം വന്നു കഴിയുമ്പോൾ എന്തായിട്ട് മാറുന്നു? അതൊരു ചോദ്യമായിട്ട് മാറുന്നു. ക്വസ്റ്റ്യൻ, ഒരു ചോദ്യമായിട്ട് മാറുന്നു. ഓക്കെ. അഞ്ജു തോമസ്. അഞ്ജു തോമസ്. ഗഗന. ഗഗന കെ ആർ. ഓക്കെ ഓക്കെ ഓക്കെ. അവിടെ നിൽക്കട്ടെ ഒരു മിനിറ്റ്. ഫൈസായി. 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 ആ ഓക്കെ ഓക്കെ. അപ്പൊ രണ്ടുപേര്, ഒന്ന് ഗഗനയുണ്ട്, ഒന്ന് ഫൈസായി ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയെന്ന് വിചാരിക്കും. വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. അപ്പൊ നിങ്ങൾക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഒരു ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഗഗന ചോദിക്കേണ്ടത് ഡു യു എന്ന് തുടങ്ങുന്ന എന്തെങ്കിലും രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ഫൈസായിനോട് ചോദിക്കാം. അപ്പൊ അതിന് ഫൈസായിക്ക് യേസ് എന്ന് ഉത്തരം പറയാം, നോ എന്ന് ഉത്തരം പറയാം. ഓക്കെ ഓക്കെ. ഇഷ്ടമുള്ള ചോദ്യങ്ങൾ ഫൈസായിനോട് ചോദിക്കും. ഡു യു എന്ന് ആരംഭിക്കുന്ന വാക്കുകൾ. ഡു യു യൂസ്? നിങ്ങൾ ഉപയോഗിക്കാറുണ്ടോ? അത് വേണമെങ്കിൽ ഒരു കാര്യം ചോദിക്കാം. ഡു യു യൂസ് മൊബൈൽ ഫോൺ? ഡു യു ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock? നിങ്ങൾ 6 മണിക്ക് എഴുന്നേക്കാറുണ്ടോ? ഡു യു യൂസ് ചപ്പാത്തീസ് അറ്റ് നൈറ്റ്? രാത്രി നിങ്ങൾ ചപ്പാത്തിയാണോ കഴിക്കുന്നത്? ഡു യു യൂസ് നോൺ വെജിറ്റേറിയൻ ഫുഡ്? നിങ്ങൾ നോൺ വെജിറ്റേറിയൻ ഫുഡ് ഉപയോഗിക്കാറുണ്ടോ? ഡു യു ഹാവ് സ്കൂട്ടർ? നിങ്ങൾക്ക് സ്കൂട്ടർ ഉണ്ടോ? അങ്ങനെ ഡു യു വരാവുന്ന എന്ത് ചോദ്യം വേണമെങ്കിലും ഫൈസായിനോട് ഗഗന ചോദിക്കും. ഡു യു നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ ഡു യു ചോദിക്കാവുന്ന കുറെ ചോദ്യങ്ങൾ ഇങ്ങനെ കണ്ടുപിടിച്ച് വെച്ചോളൂ. യെസ് ഗഗന. ഓക്കെ. ഫൈസായി, രണ്ട് രീതിയിൽ അതിന്റെ ആൻസർ പറയാം. യേസ് എന്ന് പറയാം, നോ എന്ന് പറയാം. യേസ് എന്നാണെങ്കിൽ യെസ് എന്ന് പറഞ്ഞിട്ട് ആ ചോദ്യം ചോദിക്കുന്ന വാക്കാണ് പറഞ്ഞാൽ മതി. നോ എന്നാണെങ്കിൽ ഐ ഡു നോട്ട് എന്നുള്ള വാക്ക് കൂടി ചേർക്കണം. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോ ഗഗന ചോദിക്കുകയാണ്, ഫൈസായിന് ചോദിക്കുകയാണ്, ഡു യു ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock? നിങ്ങൾ 6 മണിക്ക് എഴുന്നേൽക്കാറുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഫൈസായിക്ക് രണ്ട് രീതിയിൽ പറയാം. യെസ് ഐ ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock. ഞാൻ 6 മണിക്ക് എഴുന്നേൽക്കാറുണ്ട്. അല്ലെങ്കിൽ പറയാം നോ ഐ ഡു നോട്ട് ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock. ഞാൻ 6 മണിക്ക് എഴുന്നേൽക്കാറില്ല. യെസ് എന്ന് ഉത്തരം പറയാം, നോ എന്ന് ഉത്തരം പറയാം. ഓക്കെ ഗഗന. Do you like this coffee? എന്താണ് ചോദിച്ചത്? ഡു യു ലൈക്ക് സ്കൂട്ടി ആണോ, കോഫി ആണോ? യെസ് ഐ ലൈക്ക് കോഫി. അടുത്ത ചോദ്യം ചോദിച്ചു. Do you like this restaurant? യെസ് ഐ ലൈക്ക് ദിസ് റെസ്റ്റോറന്റ്. അതൊരു ഇമാജിനറി സിറ്റുവേഷൻ ചോദിക്കുന്നത്. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഗഗന. യെസ്. Do you drop me at the junction? എന്താണ്? Do you drop me at the junction? യെസ് ഷുവർ ഐ വിൽ ഡ്രോപ്പ് യു. ഓക്കെ ഓക്കെ ഓക്കെ. വെരി ഗുഡ്. ഡു യു അല്ലെങ്കിലും കറക്റ്റ് ആണ്, പറഞ്ഞോളൂ. Do you like cold items? Yes, I like cold items. Yes. പറഞ്ഞോളൂ, ചോദിച്ചോളൂ. ഒരു ചോദ്യം കൂടി ചോദിച്ചോളൂ ഗഗന. രസകരമായ ചോദ്യം ചോദിച്ചോളൂ. Do you watch dramas?
Yes, I watch drama in my free time. Yes, yes. Very good, very good, very good, very good. Okay, ഇനി ഫൈസായി അങ്ങോട്ട് ചോദിച്ചോളൂ. നിങ്ങൾക്ക് എന്നോട് ഒരു 5 ചോദ്യം ചോദിച്ചു. Do you like this restaurant? Yes, I like it. Do you like to eat പരിപ്പ് വട? Yes, No, I didn't. yes. Do you like to eat chapati? Yes, I like. And എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചൂടെ? ഒരു ചോദ്യം ഫൈസായി. do you like me? Yeah, yes. Do you Of like course. me? Yes. Do you Okay. know my name? Do you know me? Yes. No, I don't know you personally. Yes. Okay, 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 okay. Very Asia. good, very good. Okay. അപ്പൊ ഒരു ചോദ്യത്തിന്റെ ഉത്തരം കാണുമ്പോൾ അതിൽ നിന്ന് ഒരു ചോദ്യം കൂടെ ബിൽഡപ്പ് ചെയ്തു. അപ്പൊ അതിനകത്ത് ഇപ്പൊ ഡു വെക്കണമെന്നില്ല. ഇപ്പൊ ചോദിച്ചു ഡു യു ലൈക്ക് ഐസ്ക്രീം? അപ്പൊ നോ എന്ന് പറഞ്ഞു. വൈ ഡോണ്ട് യു ലൈക്ക് ഐസ്ക്രീം? എന്താ ഐസ്ക്രീം ഇഷ്ടമില്ലാത്തത്? കേട്ടോ. അപ്പൊ നമുക്ക് കയ്യിൽ നിന്ന് ചേർക്കാവുന്നതാണ്. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ആഷ്മിൻ ആന്റണി. ആഷ്മിൻ ആന്റണി. ആഷ്മിൻ ആന്റണി. വെരി ഗുഡ്, വെരി ഗുഡ്. ആഷ്മിൻ. ആഷ്മിനാണ് ഇനി ഡു വെച്ച് തുടങ്ങുന്നത്. 5 ചോദ്യം ചോദിക്കും. ആരെ വിളിക്കും? ആരെ വേണമെന്ന് വെച്ചാൽ പറഞ്ഞു. ആഷ്മിന് ഇഷ്ടമുള്ളവരെ വിളിച്ചോളൂ. യെസ്. സർ, എന്റെ മൈക്ക് ഓൺ ചെയ്യുമ്പോ സാറിന്റെ പോർഷൻ കേൾക്കാൻ പറ്റില്ല. അത് കാരണം പറ്റുള്ളൂ. ഇപ്പൊ ക്ലിയർ ആവുന്നില്ല. ലാപ്ടോപ്പിൽ കയറണമുണ്ടായിരുന്നു. അതെ. എനിക്ക് കേൾക്കാൻ പറ്റില്ല. ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ കേൾക്കാമോ ആഷ്മിൻ? യെസ്. അപ്പൊ ആഷ്മിന് എന്തോ ടെക്നിക്കൽ ആയിട്ടുള്ള പ്രോബ്ലം വന്നതുകൊണ്ടാണ്. അലക, അലക എം എസ്. അലക എം എസ്. Yes, sir. ഓക്കെ. അലക, അലക ഡു യു വെച്ചിട്ട് ഒരു 5 ചോദ്യം ചോദിക്കുക. ഇഷ്ടമുള്ളവരെ വിളിച്ചോ. അത് വേണ്ടത്. അലകക്ക് ഇഷ്ടമുള്ള ആളെ. Gayatri. ഗായത്രി. ഗായത്രി ആർ നായർ. Hi, sir. ഓക്കെ. അപ്പൊ അലക 5 ചോദ്യം ചോദിക്കുക. ഡു യു വെച്ചിട്ട് കേട്ടോ. ഓക്കെ, ചോദിച്ചു. Do you like mandi? Yeah, I like Mandi so much. I like Mandi. Okay. Do you like to read books? Yeah. Yes. Do you spend time for me? Why not? Yes. Yes. Very good answer. Okay. Do you watch the new movie? Ketilla. Do you watch the new movie? Do you watch new movie? Yes. നാലെണ്ണം ആയില്ലേ? One more. Do you like me? Yes, yes. Yes. Okay. 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 Very good. Very good. Anaka. 5 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി ഗായത്രി. ഗായത്രിക്ക് 5 ചോദ്യങ്ങൾ ചോദിക്കാം. ആരോട് ചോദിക്കുന്നു വെച്ചപ്പോൾ? അലകയോട് തന്നെ ചോദിക്കാം. അലകയോട് തന്നെ ചോദിക്കാം. നിങ്ങൾ മെന്റലി. ഓക്കെ അലക. Yes. Do you like tea? Yes, I like tea. Do you like driving car? No, I don't drive car. Oh. Do you use mobile phone? Yes, I use mobile phone. Do you complete your study? Question കേട്ടില്ല ഒന്നും കൂടി. Do you complete your study?
Yes. Do you like to wear sari? No, I don't like it. സാറേ പോരെ. ഓക്കെ ഗായത്രി, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഇപ്പൊ നമ്മളിങ്ങനെ ചോദിക്കുന്നതുകൊണ്ടാണെന്നുള്ളേ ജനസംഖ്യ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കണേ. ഓക്കെ യെസ്. ഓക്കെ പ്രിയങ്ക രതീഷ്. പ്രിയങ്ക ഓക്കെ, പ്രിയങ്ക is not connecting. Aishwarya Achu. Yes, sir. Okay, Aishwarya Achu, do you തുടങ്ങുന്ന ഒരു 5 ചോദ്യങ്ങൾ ചോദിക്കാം. ഐശ്വര്യക്കാരെ വിളിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിക്കും. Anybody you can call. ഇനി വേറെ ആർക്കെങ്കിലും വേണ്ടി ധൈര്യസമേതം പറയട്ടെ. എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞോളാം എന്ന ധൈര്യമുള്ള പറയട്ടോ. യെസ്. ഐശ്വര്യ. സർ ഞാൻ ചോദിക്കാം സർ. യെസ്. ഓക്കെ ചോദിച്ചോളൂ. പക്ഷെ ആരോട് ചോദിക്കണ്ടെന്ന് സാർ ഒരു പേര് പറയണം. എന്നോട് ചോദിച്ചോളൂ. ഓക്കെ ശരി, എന്നാ ഞാൻ ചോദിക്കാം. ഡു യു ലൈക്ക് ടു വാച്ച് ഫിലിംസ്? Yes, I like. ഓക്കെ. ഡു യു ലൈക്ക് ടു ഹിയർ മ്യൂസിക്? No, I don't like. ഓക്കെ. ഡു യു ലൈക്ക് ടു ഈറ്റ് നോൺ വെജ്? No, I'm only like veg. ഓക്കെ. ഡു യു ലൈക്ക് to know me? No. Okay, you are not interested to like me. do you like to play games on phones? Yes. Okay. ഇത്രയല്ലേ സർ? ഓക്കെ വെരി ഗുഡ്. അത് ഇഷ്ടക്കല്ല ചോദ്യം പിടിക്കുന്നതായിട്ടാണ്. ഡു യു ലൈക്ക് മീ എന്നാണെങ്കിൽ പെട്ടെന്നാണ് പറഞ്ഞത്. യെസ്. ഓക്കെ കുഴപ്പമില്ല. ഓക്കെ അഞ്ചു അല്ല ഐശ്വര്യ. മിത്തിനോട് ചോദിച്ചോളൂ. ഡു യു വെച്ചിട്ട് 5 ചോദ്യം മിത്തിയോട് ചോദിച്ചോളൂ. യെസ്. ഓക്കെ അവിടെ നിൽക്കട്ടെ. ആദിത്യ ശ്രീകുമാർ. ആദിത്യ. ഓക്കെ ആദിത്യ ഒരു 5 ചോദ്യം മിത്തിനോട് ചോദിച്ച് ഡു യു വെച്ചിട്ട് വരുന്ന ഒരു 5 ചോദ്യം. ആരോട്? മിത്യ. ഓക്കെ ചോദിക്കട്ടെ. Okay. Do you eat breakfast every day? Yes, I eat breakfast every day. Yes. Okay. Do you like coffee or tea? I like tea. Yes. Okay. Do you play any sport? No, I don't like sports. Okay. Do you watch movies at night? Yes, I watch movies at night. Do you read books often? No, I don't like to read books. പറയും എഴുതും. ആ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ടി പറയണ്ട. ടി ഇല്ലാന്ന് വിചാരിച്ചിട്ട് Okay. Do you have a pet? No, I don't have pet. Okay, കഴിഞ്ഞു. ഓക്കെ വെരി ഗുഡ്. ഓക്കെ നല്ല ചോദ്യങ്ങളായിരുന്നു ആദിത്യ. വെരി ഗുഡ്. ഓക്കെ വെരി ഗുഡ്. Okay, thank you, sir. ഓക്കെ ജിനിയ ഡേവിഡ്. ജിനിയ.
Jinia David. Yes. Yes, sir. Jinia David. Okay. Wait here, a minute. Ajayna Aju. Ajayna Aju. Ajayna Aju. Okay. She is connected. Anju Thomas. നേരത്തെ വിളിച്ചതാണ്. Hello. Okay. അഞ്ജു ജിനിയ ഒരു 5 ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഡു യുവിൽ ആരംഭിക്കുന്ന ഒരു 5 ചോദ്യങ്ങൾ. ഓക്കെ ജിനിയ ചോദിച്ചോ. ഞാൻ അഞ്ജുവിനോട് ചോദിക്കണം അല്ലേ? അതെ. അഞ്ജു ചോദിച്ചോട്ടെ? ചോദിച്ചു. Hello. Do you like put makeup on your face? Yes, I like. Yes. I drive with your husband. കേട്ടില്ല. Night drive with your husband. Yes, I like. അഞ്ജു ചോദിക്കണം അല്ലേ? ചോദിച്ചോ. Do you like this hospital administration course? Yes, I like. Do you like a dignity job? കേട്ടില്ല. Do you like a dignity job? Yes, I like. Do you like your children? കേട്ടില്ല. Do you like play with your children? Yes, I like. ഓക്കെ ജിലിയ അഞ്ചായി. ഇനി ജിലിയ ഇതിനോട് വേണമെങ്കിൽ അച്ഛനെ 5 ചോദിക്കുന്നത്. ഡു യു വെച്ച് ആരംഭിക്കുന്നത് മാത്രമല്ല. Okay. Do you read? Do you use? അങ്ങനെ do you ചോദിക്കാവുന്ന ഇഷ്ടംപോലെ ചോദ്യങ്ങൾ. Do you watch the movie Empuran? I don't watch the movie. Yes. Do you like traveling? Do you like to travel? ജിനിയ മറുപടി. I like so much. Yes. Do you like ice creams? I eat lots of ice cream because I really like ice cream. Yes. Do you like cooking? Yes. Okay, one more question. Do you like children? Yes. Absolutely. I'm very so much like children. Okay. Okay. Very good, Anju. Very good, Engineer. Very good. Technical ആയിട്ടുള്ളൊരു പ്രോബ്ലം വരുന്നത്. Okay, Mithya. Yes, sir. Okay, Vidya, how are you, Vidya? Sir, വിദ്യയാണോ മിഥ്യയാണോ? Vidya. Mampia, Vidya. Yes. അതെ മിഥ്യ. Yes. How are you? I am fine, sir. Very good. What is your favorite color? My favorite color is pink.
Why did you like pink color most? Sir, Why did you like pink color? pink color. I don't know to say that why I like. But when I'm taking dress or anything, when I searching color, I will pick up pink. Very good, very good, very good. Okay. Do you like pets? Sir? Do you like pets? P-E-T-S, pets. Yes, sir. Yes. I like pets, sir. Okay, very good, very good, very good. What is your favorite food? What is your Vegetarian food. vegetarian food? Which type of items that you prefer? Vegetarian, sir. Vegetarian. Yes. Yeah. Okay, very good. Vegetarian foods like sambar. That's Yes. my favorite. Yes. Then Okay, very good. Very good. Then what is your hobby? My hobby is listening music. Listening music. Which type Yes, of sir. music you Actually, mainly I like film music. film music? Who is your favorite singer? My favorite singer is Chitra. അപ്പൊ ജിനിയും പറയുന്നു ഐ ആം ആൾസോ എ സാമ്പാർ പേഴ്സൺ. ഓക്കെ ജിനിയ, അപ്പൊ ഒരു കമ്പനി ഉണ്ട്. ഓക്കെ ചിത്ര, which song is your favorite? Sir, my Favorite song, not a singer. Favorite song. My favorite song എന്ത് പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ. Can you sing 2 lines? Sir, അത് എന്ത് പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ ഒന്ന്. I don't know full lines. Yes. Okay. Yes. Very good. പറഞ്ഞപ്പോൾ തന്നെ ആക്ട് ചെയ്തില്ലേ, റിയാക്ട് ചെയ്തില്ലേ? Do you have any siblings? Yes, sir. I have one brother. Yes. One brother you have. What he is Yeah. doing now? He is now in Abu Dhabi. Yes. Okay. Yes. What is your favorite movie? What is your favorite movie? Favorite movie? Now and all, I have not seen new movies, sir. At last, I have seen Premalu. Premalu. Yes. Do you like that movie, Premalu? Okay. You like it? Yes. Let me ask you one more question. What is your favorite season? Winter, summer? Which is your favorite season? It's winter. Winter. Oh, very good. So, which is your favorite month from January to December? Your Favorite month is August, because that's my birth month. So I like August. You like August? Okay. Yeah. Very good. Okay, Nitya, very good. Okay. Very good. Okay, thank you, sir. Okay, very much. Okay. ഇനി എന്നോട് 2-3 ചോദ്യങ്ങൾ ചോദിക്കും സാറേ എന്ന് പറഞ്ഞ് ധൈര്യമായിട്ട് പറയുന്നതാണ്. ഞാനും ഇതുപോലെ മറുപടി എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ പറഞ്ഞോളാം. സാർ ചോദിച്ചു. യെസ്. Okay, Jinia. Very good. Jinia. Yes, sir. Okay. Do you like traveling? Yes, sir. I like so much. You like traveling. Suppose that you get 2 days holidays. Suppose in imaginary situation, you got 2 days holidays. Where do you want to go? I choose Munnar. Why did you like Munnar very much? Munnar. Why? I want to stay at Parakat Resort, my dream resort. My bucket. Yes. Have you gone there earlier? And sir? Have you gone there earlier? No. No. I Yes. only see reels.
That way, I'm very uh, I'm very excited to stay in that place. You see that place. Okay, very good, very good. Okay. So, what is your favorite sports item? Sports. Hmm. Cricket. Cricket. Who is your favorite cricket player in Indian Sachin. team? Sachin. Why did you what is the specialty that you see in Sachin? What Sachin. is the specialty that you see in Sachin? Sachin Because his batting and his confidence. Yes. Okay. Let me ask you one more question. What is your favorite animal? Animal. No one is my favorite. No, what is your favorite? Okay. Do you like dancing? Yeah. Yeah. Yes. Have you performed a dance on the stage? Yes. Yes. Very good. What was the song that you played for the dance? Recently, I am played one dance in Christian song. Yehovana Mulalali Chirudanu. That song. Yes. Okay. Oh, can you sing 2 more lines? Sorry. This song is I think Telugu. I don't know so much the lines. Yes. If you want any song, I sing in any song for you, sir. Okay, you can sing any song. Okay. ആടിവാ കാറ്റേ പാടിവാ കാറ്റേ ആയിരം പൂക്കൾ നുള്ളിവാ അന്തിപ്പൂമാനം പൊന്നൂഞ്ഞാലാട്ടും മന്ദാരപ്പൂക്കൾ നുള്ളിവാ തിരുമുറിവുകളിൽ തൂവും കുളിരമൃതമായി കരളിൽ നിറയും കളരവമായി പൂങ്കാറ്റേ ലാലാ. Thank you, Yes. sir. അല്ലേ? Okay, very good. Super. ആദിത്യ പറഞ്ഞിട്ടുണ്ട്. Okay. Very good. Yes. Thank you, sir. Very good. Do you like shopping? Shopping. I love so much. Yes. Okay. Can you ride a bike? കേട്ടില്ല sir. Can you ride a bike? Clear ആയില്ല sir. Can you ride a bike? Bike ഓടിക്കാൻ അറിയാമോ? No. No. Very good. Okay. Jilia, very good. Okay. കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. Very good. Okay. ഇനി ആർക്കെങ്കിലും സാറേ എന്നോട് 2-3 ചോദ്യങ്ങൾ ചോദിക്കൂ. ഞാൻ ഇംഗ്ലീഷിൽ ഒന്ന് പറഞ്ഞു നോക്കട്ടെ. എന്ന അഭിപ്രായമുള്ള മിത്തിനോട് ഞാൻ ചോദിക്കാതെ വിളിച്ചു. ജിലിയ സോമന സാറിനോടുകൂടി വന്നു. യെസ്. ഹു ഈസ് നെക്സ്റ്റ്? യെസ്. നമ്മൾ ചോദ്യം ചോദിക്കുന്നത് കൊണ്ടാണ് തോന്നുന്നത് ജനസംഖ്യ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലൊന്നും എനിക്ക് കുഴപ്പമില്ല കേട്ടോ. വേണമെന്ന് ആഗ്രഹമുള്ള അല്ലെങ്കിൽ ഇതിനോട് താല്പര്യമുള്ള കുറച്ച് പേരായിട്ട് മതി. യെസ്. ഓക്കെ. ഇനി ആർക്കെങ്കിലും എന്നോട് ചോദിച്ചോളൂ, ഞാൻ പറയാം. നിങ്ങളിങ്ങനെ പറഞ്ഞെങ്കിലും മാത്രമേ നിങ്ങൾ പഠിക്കുള്ളൂ. യെസ്. ആസ്ക് മീ എന്ന് ചോദിക്കുന്നാല് അതൊക്കെ ഞാനൊരാളെ വിളിക്കാം. യെസ്. അപ്പൊ ഞാൻ വിളിക്കുകയാണ്. ഓക്കെ. ഗഗന. Hi, sir. Okay, ask you one more question. What is your favorite drink? Shake. Okay, very good. Why did you like to shake most? Because after I drink shake, my stomach is full. Yes. Okay, very good. Can you sing?
Now I can't. My throat was paining. Okay, okay, very good, very good, very good. Do you like to exercise every day? Yes, I like. Have you the habit of doing exercise every day? Sometimes. Sometimes. Okay, okay, okay. So, what is your favorite show on TV? What is your favorite show on TV? Top singer, like music programs. Music programs. Okay, okay, okay. Very good, very good. So, can you speak in public? Yes. Can you? Yes. You have the confidence to speak in a meeting or in a public place. Okay. Yes. Yes. Very good. Very, very, very good. Do you like gardening? Yes, I like. My mother is Yes. also interested in gardening. Oh, very good. Very good. Very good. Do you like Chinese food? I haven't eat. Oh, you have not used the Chinese food. Okay, 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 okay. Do you like photography? Yes, I like. Yes, yes. Very good. What is your favorite fruit? Fruit. Fruit. Apple. Apple. An apple a day keeps the doctor away. Do you believe that? Once more. No. An apple a day keeps the doctor away. Do you believe it? Yes. Yes. Okay, okay. Very good, very good, very good. Okay. So, what is your hobby? Listening music, reading books. What do you want to become in future? Or what is your ambition in your life? I want to study BBA, MBA. MBA. When you were the high school student, that means when you were studying 8th standard or 9th standard or 10th standard, what was your ambition? Business, doing business. Doing business. Why did you like to do business? Any relatives are doing business? Or from where did you get this idea of business? Most of the people, they want to get a government employee, to be employed in government sector. You want to do business. Why did you like business? Or what is the role model that you see in business? There is no special role models, and I want to do business because there is no reason special. What is inspiration? From where did you get the inspiration for business mind? From where did you get the inspiration for doing business? From my mother. My mother supports me. Okay, very good, very good. When you were the high school student, what was your favorite subject? Malayalam. Malayalam. Why did you like Malayalam? Do you remember the Malayalam teacher? Yes, my sir was very funny. Yes. Okay. Very good. Very good. Very good. Okay. Well, that is why it is because of your fondness to Malayalam teacher that made you like Malayalam more. Okay. Okay. In degree, did you select Malayalam language? I will select Select. Okay. 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 Very good. Very good. Very good. Yes. So, what is your favorite musical instrument? violin. Violin. Okay. Okay. Do you play violin? No. No. Very good. Very good. Very good. Very good. Okay. 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 Sir. Yes. വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കിയത് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ഒരു ടെൻസിനെ കുറിച്ച്, അതിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള വാചകങ്ങളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു. ഇന്ന് നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻ പോലെയുള്ള വാചകങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ അകത്ത് ഡു എന്ന് പറയുന്ന വേർഡ് ആദ്യം വന്നു കഴിഞ്ഞാൽ അത് ചോദ്യമായിട്ട് മാറും. ഇനി ഈ ചോദ്യം നമ്മൾ പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ചാണെങ്കിൽ ആ ഡു എന്നുള്ളതിന് പകരം ഡസ് ഉപയോഗിച്ചാൽ മതി. ഓക്കെ, ഡസ് ഹി കം ഹിയർ, അവൻ ഇവിടെ വരാറുണ്ടോ? Does she use red saree? അവൾ റെഡ് സാരി ഉപയോഗിക്കാറുണ്ടോ? Does she teaches English grammar? അവൾ ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിക്കാറുണ്ടോ? അപ്പൊ ഒന്നില്ലെങ്കിൽ ഡു അല്ലെങ്കിൽ ഡസ്, ആ സബ്ജക്റ്റിനെ ആശ്രയിച്ചിട്ട് അത് ആദ്യം പറഞ്ഞു കഴിയുമ്പോൾ
അത് എന്തായിട്ട് മാറുന്നു? ദാറ്റ് ടേൺ ഇൻടു എ ക്വസ്റ്റ്യൻ. ഇതാണ് നമ്മൾ ഇതിൽ പറഞ്ഞ അവസാനിപ്പിക്കുന്ന സംഗതി. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ പറഞ്ഞു നിർത്തുന്നത് സബ്ജക്റ്റ് പ്ലസ് വെർബ്, ആ വെർബിന്റെ പ്രസന്റ് ടെൻസ്. അതിന്റെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഒന്നിലൊക്കെ ഡു നോട്ട് ചേർക്കുക അല്ലെങ്കിൽ ഡസ് നോട്ട് ചേർക്കുക. ആ ഡു നോട്ടും ഡസ് നോട്ടും ചേർക്കേണ്ടത് സബ്ജക്റ്റിനെ ആശ്രയിച്ചിട്ടാണ്. ഇനി അത് തന്നെ ഒരു ചോദ്യമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഡു അല്ലെങ്കിൽ ഡസ് ആദ്യം പറയുക. അത് നമ്മൾ ഒരു ചോദ്യമായിട്ട് മാറുന്നു. അപ്പൊ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ഒരു ടെൻസിനെ കുറിച്ച് നോക്കാം. ഇനി ഞാൻ നിങ്ങളോട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആ ചോദ്യങ്ങളുടെ ഉത്തരം പറയാൻ ശ്രമിക്കുക. ഓക്കെ? യെസ്. അപ്പോ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ചോദ്യത്തിന്റെ ആൻസർ അത് ആരംഭിക്കുന്നത് എഫ് എന്ന് പറയുന്ന ലെറ്ററിലാണ്. എഫ്. അപ്പൊ എഫിൽ ആരംഭിക്കുന്നതായിരിക്കണം നിങ്ങളുടെ ആൻസർ എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പൊ എഫിൽ തുടങ്ങുന്ന വാക്കുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക. യെസ്. ആദ്യം പറയുന്ന 3 പേരെ നമുക്ക് പരിഗണിക്കാം. അങ്ങനെ നമ്മൾ 12 പേരുള്ളൂ. അപ്പൊ ആദ്യം പറയുന്ന 3 പേരെ നമ്മൾ പരിഗണിക്കുകയാണ്. ഓക്കെ. ചോദ്യം ഇതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഓപ്പോസിറ്റ് ഓഫ് സക്സസ്. ഓപ്പോസിറ്റ് ഓഫ് സക്സസ്. ഗായത്രി, അഞ്ജു, ഗഗന. ഓക്കെ 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 ഓക്കെ. ഗായത്രി, അഞ്ജു, ഗഗന. ഫെയിൽ എന്ന് പറയാം, ഫെയിലിയർ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നാലും ഫെയിൽ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനതിനെ അതിനെയും ഉത്തരമായിട്ട് പരിഗണിച്ചു. ഫെയിൽ അല്ല, ഫെയിലിയർ. അടുത്തത് എ കൈൻഡ് ഓഫ് ഹെൽപ്ഫുൾ ആക്ട്. എ കൈൻഡ് ഓഫ് ഹെൽപ്ഫുൾ ആക്ട്. A kind of helpful act. Starting with F. A kind of helpful act. Yes. ഒരു മീനിങ് ആണ് ഞാൻ പറഞ്ഞത്. അതിന്റെ വൺ വേർഡ് പറഞ്ഞാൽ മതി. A kind of helpful act. Forgiveness അല്ല, ക്ഷമിക്കുക അല്ല. അതിന്റെ അടുത്ത കൂടെയൊക്കെ പോയിട്ടുണ്ട്. ആരും ശരിയായ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഞാൻ ആദ്യത്തെ കാര്യം പരിഗണിക്കാം കേട്ടോ. A kind of helpful act. ഈ വാക്യത്തിൽ നിന്നാണ് സ്വജനപക്ഷപ ആദ്യത്തെ എപ്പില് ഐശ്വര്യ, ആദിത്യ, ഐശ്വര്യ. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ. ഫേവർ. ഓക്കെ. കൈൻഡ്നെസ് എന്ന് പറയുമ്പോൾ ശരിയാ കെ വരും. എഫിൽ ആരംഭിക്കണം. എഫിൽ ആരംഭിക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്. നെക്സ്റ്റ് ഈസ് വെരി വെരി സിമ്പിൾ. വേർഡ് ഫോർ അനദർ another word for Philip. Another word for ഞാൻ ആ ശബ്ദമുണ്ടാക്കിയതിനിടക്ക് കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞപ്പോ അത് കയ്യിൽ നിന്ന് പോയി ചോദിച്ചു കേട്ടോ. അനദർ വേർഡ് ഫോർ മൂവിയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അതിന്റെ ആൻസറാണ് ഫിലിം വരുന്നത്. പക്ഷെ
ഞാൻ അനദർ വേർഡ് ഫോർ ഫിലിം ആയിപ്പോയി. അപ്പൊ എം വെച്ച് ആരംഭിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ആ ചോദ്യം നമുക്ക് ക്യാൻസൽ ചെയ്യാം. വിട്ട് കളഞ്ഞത്. യെസ്. അടുത്തത് എ മെയിൽ പാരറ്റ്. എ മെയിൽ പാരറ്റ്. ഗഗന, ഗായത്രി, അശ്വതി. ഗഗന, ഗായത്രി ആൻഡ് അശ്വതി. അശ്വതി അല്ലെ? അശ്വതി നേരത്തെ വന്നിട്ടില്ലല്ലോ. അശ്വതി. ഓക്കെ 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 ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ്. മെയിൽ പാരന്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഫാദർ. കറക്റ്റ് ആൻസർ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The opposite of real. Opposite of real. Gayatri, Gagana, Anju. Gayatri, Gagana and Anju. Okay, Ashwati, okay, Jinia, okay, Ashmin, correct answer. Fake, F-A-K-E, fake. Very good, very good. ഇനി അടുത്തത് ഞാനൊരു മീനിങ് ആണ് പറയുന്നത്. നിങ്ങൾ അതിന്റെ അർത്ഥം പറഞ്ഞാൽ മതി. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ ആക്ട് എന്ന് പറഞ്ഞ പോലെ മീനിങ് പറയും. മീനിങ് ഇതാണ്: വെരി ഹംഗ്രി. വെരി ഹംഗ്രി. വെരി ഹംഗ്രി. എപ്പോഴും ആരംഭിക്കുന്ന വെരി ഹംഗ്രി എന്നർത്ഥം വരുന്ന ഒരു പേര്. സ്റ്റാർവിംഗ് എന്ന് പറയുമ്പോൾ എസ് ആയി പോയില്ലേ അശ്മിൻ? സ്റ്റാർവിംഗ്. ആ, ഗായത്രി, ആദിത്യ, ഐശ്വര്യ, അച്ചു. ഗായത്രി, ആദിത്യ, ഐശ്വര്യ, അച്ചു. ഓക്കെ ഓക്കെ, കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസർ ആണ് ഫാമിഷ്ഡ്. FAMISHED. ഫാമിഷ്ഡ്. ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. അടുത്തത് നോൺ. KNOWN. നോൺ ടു മെനി പീപ്പിൾ. നോൺ ടു മെനി പീപ്പിൾ. അഞ്ചു, ഗഗന, ഗായത്രി, അലക. 4 പേരെ എഴുതുന്നുണ്ട്. അഞ്ചു, ഗഗന, ഗായത്രി, അലക. ഓക്കെ ഓക്കെ. ഒരാൾ ഫെമിലിയർ ആണ് എഴുതിയത്. ഫേമസ് ആണ്. കറക്റ്റ്. ഫേമസ് ആവുമ്പോഴാണ് ഫെമിലിയർ. ഓക്കെ. നോട്ട് ടു മെനി പീപ്പിൾ. മമ്മൂട്ടി ഈസ് എ ഫേമസ് ആർട്ടിസ്റ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞാനിപ്പോ അതിനകത്ത് 4 പേരെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ പറയുന്ന വേർഡിന്റെ അതേ അർത്ഥമുള്ള വേറെ വാക്ക് പറഞ്ഞാൽ മതി. ചോദ്യം ഇതാണ്: ക്യുക്കിലി. QUICKLY. ക്യുക്കിലി. ആദിത്യ, ഗഗന, ഗായത്രി. ആദിത്യ, ഗഗന ആൻഡ് ഗായത്രി. ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. അലക, അഞ്ചു, അശ്വതി. ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. The answer is fast. FAST. അടുത്തത് the young one of deer. The young ones of deer. കുഞ്ഞുങ്ങള്. The young ones of deer. The young ones. Yes, Gayatri, you are very good. Yes, Gayatri, Jinia and Alaka. Gayatri, Jinia. Jinia നേരത്തെ വന്നിട്ടില്ല അല്ലെ? ജിനിയ ആൻഡ് അലക്ക. ഓക്കെ ഓക്കെ ഓക്കെ. ഫൺ ആണ്. FAWN. മാലിന്റെ കുഞ്ഞുങ്ങളെ പറയുന്ന പേര്. ഓക്കെ. അടുത്തത്
ഞാനൊരു വേർഡ് പറയാം, അതിന്റെ അർത്ഥമുള്ള വേറെ വേർഡ് പറഞ്ഞാൽ മതി. സ്കെയേഡ്, SCARED. യെസ്, ആ ഓക്കെ. ആദിത്യ, അലക, ഗഗനം. ആദിത്യ, അലക, ഗഗനം. കറക്റ്റ് ആൻസർ. ഓക്കെ ഇനിയ, ഓക്കെ ഓക്കെ ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, not scared, not scared, not scared. Anju, Alakha, Gayatri. Anju, Alakha and Gayatri. Okay, correct answer. Fearless, no, fearless. Okay, very illathathu. Okay, very good, very good. Yes. അടുത്തത്, a mark, MARK, a mark made by finger, a mark made by finger. Anju, Alakha, Gayatri. Anju, Alakha and Gayatri. Jinia correct ആണ്, ഐശ്വര്യ, ആദിത്യ correct ആണ്. Yes, fingerprint, fingerprint. It's very good, very good, very good. So I come to the last question. The question is very simple. Another word for end, END, end. Another word for end. Gayatri, Jinia, Aishwarya. Gayatri, Jinia and Aishwarya. Okay, okay, Aditya, okay, Gagana, Anju, Aishwarya, Sri, correct ആണ്, correct ആണ്. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. നിങ്ങളത് വളരെ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്, പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ഫസ്റ്റ് സെക്കൻഡ് എന്നുള്ള രീതിയിൽ എടുക്കട്ടെ, ജസ്റ്റ് ഫോർ ഫൺ, അത് മാത്രമേ കണക്കാക്കിയാൽ മതി. അശ്വതി 1 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ജിനിയ 2 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ഐശ്വര്യ, അച്ചു 3 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ആദിത്യ 4 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ഗഗന 5 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, 5 പോയിന്റ്. അലക 6 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, 6 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. അഞ്ചുവിന് 5 പോയിന്റ്. യെസ്, അപ്പൊ ഒരു ടെക്നിക്കലായ ഇഷ്യൂ വന്നപ്പോ
വിട്ടുപോയതാണ് കേട്ടോ. യെസ്. ഇനി അടുത്തത് ഗായത്രിയാണ്. യെസ്. ഗായത്രി പോയിട്ടില്ല അല്ലേ? ഗായത്രിയുടെ പോയിന്റ് പിന്നെ പറയാനുണ്ടായിരുന്നത്. അപ്പൊ ഗായത്രി പോകുന്നത് എനിക്കറിയാം. യെസ്, ഗായത്രിക്കാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിച്ചിട്ടുള്ളത്. 10 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 10 പോയിന്റ്. ഓക്കെ. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ദിവസം വൈകിയാണെങ്കിലും ഈസ്റ്ററിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് we will meet in the next class next day. Okay.